ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സിയാമു യൗമി അറഫ, യൗമു അറഫയുടെ ദിവസത്തിലെ നോമ്പ്, അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ അസ്സനതല്ലതി ഖബ്ലഹു വസ്സനതല്ലതി ബഅദഹു. 2 വർഷത്തിലെ അഥവാ തൊട്ടു മുമ്പുള്ള വർഷത്തിലെയും അതിനുശേഷം വരുന്ന വർഷത്തിലെയും പാപങ്ങൾ യൗമു അറഫയുടെ നോമ്പിലൂടെ പൊറുക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അറഫയുടെ ദിവസം ദുൽഹജ്ജ് 9 നോമ്പ് നോറ്റാൽ അതിലൂടെ ലഭിക്കുന്ന ശ്രേഷ്ഠത എന്താണ്? 2 വർഷത്തിലെ പാപങ്ങളാണ് മായ്ക്കപ്പെടുന്നത്. അത് വലിയ പാപമല്ല, മറിച്ച് ചെറിയ പാപങ്ങൾ. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? വലിയ പാപങ്ങളൊക്കെ ആളുകൾ ചെയ്യുക എന്നുള്ളത് അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ചെറിയ പാപങ്ങളൊക്കെ എല്ലാവരിൽ നിന്നും നിരന്തരമായി സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ അതെല്ലാം മായ്ക്കപ്പെടുന്നതാകുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് സൂറത്തു നിസാഇലെ 31-ൽ, തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിറു അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ. അള്ളാഹു നിഷിദ്ധമാക്കിയ വലിയ പാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന ചെറിയ ചെറിയ പാപങ്ങളൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാകുന്നു. എന്നാൽ വലിയ പാപങ്ങൾ സംഭവിച്ചാൽ അതിന് തൗബ നിർബന്ധമാണ്. വലിയ പാപങ്ങൾക്ക് തൗബ നിർബന്ധമാണ്. എന്നാൽ ചെറിയ പാപങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിലൂടെയും നമസ്കാരത്തിലൂടെയുമെല്ലാം പൊറുക്കുന്നതാകുന്നു. അപ്രകാരം 2 വർഷത്തിലുള്ള മുഴുവൻ ചെറിയ പാപങ്ങളും പൊറുക്കപ്പെടും. 2 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ നിസ്സാരമായി കരുതരുത്. ഏകദേശം 730ഓളം ദിവസങ്ങളിൽ സംഭവിച്ച ചെറിയ പാപങ്ങളെല്ലാം തന്നെ ഈ ഒരൊറ്റ ദിവസത്തെ നോമ്പിലൂടെ മായ്ക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ യൗമു അറഫയുടെ ദിവസം, ആ ദിവസത്തിലെ നോമ്പിനെ നമ്മൾ നിസ്സാരമായി കരുതരുത്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ദിവസം നോമ്പനുഷ്ഠിക്കേണ്ടതാണ്.